അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിന്റെ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കലൂർ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കും. വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഒരു IAS ഉദ്യോഗസ്ഥനെ നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഖിലാഫ് അഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഖിലാഫ്, ഒരു മാസം കൂടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത്. വലിയ രീതിയിൽ മുന്നൊരുക്കങ്ങൾ വേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഇക്കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ചേർന്നത്. യോഗത്തിൽ എന്തെല്ലാമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്, എന്തെല്ലാം തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? സംഗീത, നമുക്കറിയാം നവംബർ മാസത്തിലാണ് അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം തന്നെ വിളിച്ചു ചേർത്തത്. ഇതിൻ്റെ ഭാഗമായി കലൂർ സ്റ്റേഡിയം ലോകോത്തര നിലവാരത്തിലുള്ള സാഹചര്യത്തിലേക്ക് സ്റ്റേഡിയം മാറ്റുമെന്നും അതേപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചായിരിക്കും ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കൂടാതെ നമുക്കറിയാം ഈ ഓസ്ട്രേലിയക്കെതിരായ മത്സരം നവംബറിലാണ് നടക്കുക, അർജന്റീനയുമായിട്ടുള്ള മത്സരം. ഇതിന് പിന്നാലെ തന്നെ വിവിധ വകുപ്പുകളുടെ യോഗ ചുമതലയും വിവിധ വിവിധ വകുപ്പുകൾക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ടത്, സംസ്ഥാന തലത്തിൽ തന്നെ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഒരു സമിതി ഉണ്ടാക്കും ഈ ഒരു മത്സരത്തിനെ ഏകോപിപ്പിക്കാൻ മാത്രം. കൂടാതെ ഒരു IAS ഉദ്യോഗസ്ഥനെയും കൂടി ചുമതല നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടറിനായിരിക്കും ഏകോപന ചുമതല. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന വകുപ്പിൻ്റെ വെള്ളം, അതേപോലെ ഈ ഒരു മത്സരം കാണാനെത്തുന്ന ആരാധകർക്ക് വെള്ളം, അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായുള്ള അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ടീമിനെയും അവിടെ വിന്യസിക്കണമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്തത്. എന്തായാലും ഈ ഒരു മത്സരത്തിനായി കാത്തിരിക്കുകയാണ് സംഗീത. ശരി ഖിലാഫ്, എന്താണെങ്കിലും ഒരു മാസം കൂടി മാത്രം ബാക്കിയുള്ളപ്പോൾ മുന്നൊരുക്ക സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്താണെങ്കിലും സജീവമായി വരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.